ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഡെസേർട്ട് സഫാരിക്കാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ ഇത്തവണ ഞാനും ഹസ്ബൻഡും കൂടെ ആയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം നമ്മളെ വിളിക്കാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ശരിക്കും വിചാരിച്ചതെന്ന് പറഞ്ഞാൽ അറബി ആരെങ്കിലൊക്കെ ആയിരിക്കും വിളിക്കാൻ വരുന്നതെന്നായിരുന്നു. പക്ഷേ ഹിന്ദിക്കാരായിരുന്നു വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. വലിയ വണ്ടിയിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാനും ഹസ്ബൻഡും കയറി 2 മണിയായപ്പോൾ അവർ നമ്മളെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നല്ല വെയിലും കാര്യങ്ങളും ചൂടും ഒക്കെ ആയിരുന്നു. അതിന് ശേഷം നമ്മളെ എടുത്തതിന് ശേഷം അവർ വേറെ 2 ആൾക്കാരെ എടുക്കാനായിട്ട് പോയി. അതിന് ശേഷമാണ് നമ്മൾ നേരെ ഡെസേർട്ട് സഫാരിക്ക് പോയത്. ഇവിടുന്ന് ഒരു 1-1.5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. കാരണം എല്ലാവരും എടുത്ത് കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ല ടൈം എടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം കണ്ട ഒരു സൂപ്പർ മാർക്കറ്റിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ തലയിൽ കെട്ടുന്ന ഇത് കെട്ടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ പേര് കെഫിയ അങ്ങനെ എന്താണ് കേട്ടോ പറയുന്നത്. അപ്പം അത് കെട്ടാനായിട്ടാണ് അവരവിടെ നിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വാഷ്റൂം യൂസ് ആക്കാം. അതുപോലെ തന്നെ കുറേ സ്നാക്സ് കാര്യങ്ങൾ, വെള്ളം ഒക്കെ അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതിന് ശേഷം അവിടെ വേറെ ഇതുപോലത്തെ ഷോപ്പോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ട് പിന്നെ കാണത്തില്ല. അപ്പം നമ്മൾ ഇവിടെ നിന്ന് വേണ്ട തലക്കെട്ടും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടാണ് കേട്ടോ പോയിരിക്കുന്നത്. അപ്പം നമ്മുടെ സഫാരി ശരിക്കും ഇവിടെ നിന്ന് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ബൈക്ക് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ട് നിർത്തിയിട്ട് നമ്മുടെ അടുത്ത് പറയും 45 മിനിറ്റ് നമ്മൾ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ആളുതാണ്ട് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുകയൊക്കെ ചെയ്യാണ്. അപ്പം നമ്മൾ കണ്ട ആളെ ഫോളോ ചെയ്ത് പോവുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓരോ ഗ്രൂപ്പായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു വണ്ടിയിൽ 4-5 പേര് ഗ്രൂപ്പായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. കാരണം ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി മിസ്സാവണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് ഇരിക്കുക. ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണാനും എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആൾ നേരെ ചെന്ന് ഒരു അറബി എടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവർക്ക് എന്താണ് വേണ്ടത് എടുക്കേണ്ടതെന്നുള്ള നിർദ്ദേശവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബൈക്ക് റേസും കാര്യങ്ങളാണ്. ഒരു മരുഭൂമിക്കകത്ത് ബൈക്കും കുറേ കാര്യങ്ങൾ ഇങ്ങനെ അവിടെ ഓട്ടിക്കുന്ന കുറച്ച് സംഭവം കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ആൾ നമുക്ക് അതിൻ്റെ നിർദ്ദേശവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്. അതിൻ്റെ പ്രൈസും കാര്യങ്ങളും എങ്ങനെയാണ് എന്താണെന്നൊക്കെ ആൾ പറഞ്ഞു തരികയാണ്. സിംഗിള്, ഡബിള്, അതുപോലെ തന്നെ കിഡ്സ്, അങ്ങനത്തെ കുറേ ഉണ്ട്. ഇതിൽ ഏജ് വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് ഓട്ടിക്കാമെന്നുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു മരുഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഈ ഒരു ഏരിയയിൽ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക എന്നുള്ളതാണ്. ആക്ച്വലി ഇത് കാണുമ്പോഴും നല്ല രസമാണ്, കളിക്കുമ്പോഴും രസമാണ് കേട്ടോ. അപ്പം അതിൽ കൂടെ തന്നെ നമ്മൾ ഓട്ടിക്കുന്ന സമയത്താണെങ്കിലും വേറൊരാൾ വന്നിട്ട് തൻ്റെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. ആ ഫോട്ടോസും കാര്യങ്ങളും നമുക്കൊരു ആൽബത്തിലാക്കി അവർ നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നതാണ്. നമ്മൾ ഈ ലാസ്റ്റ് പോകുന്ന സമയമാകുമ്പോൾ അവർ നമുക്ക് സെറ്റ് ചെയ്തും കാര്യങ്ങളൊക്കെ തരുന്നതാണ്.
അതിനുശേഷം നമ്മൾ ആ സൈഡും ചുറ്റുമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, സാൻഡാർട്ടും കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. അത് ചെറിയൊരു മെമ്മറി തന്നെ കേട്ടോ, സാൻഡാർട്ടും കാര്യങ്ങളും. അതിൻ്റെ അകത്ത് നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നമുക്ക് തരും. അതുപോലെ തന്നെ വേറൊരു ഷോപ്പിൽ താണ്ട കുറച്ച് ലോക്കറ്റും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മുടെ അറബിക്കിൽ പേരും കാര്യങ്ങളൊക്കെ എഴുതുന്ന സ്റ്റൈലായിരുന്നു. അതുപോലെ തന്നെ റിങ്ങും ബ്രേസ്ലെറ്റും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു, കാണാനും എടുക്കാനൊക്കെ നല്ല രസമൊക്കെ ആയിരുന്നു. അതിനുശേഷം നമ്മൾ ഫുഡ് തേടി പോക്കാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഒരു മലയാളി കഫ്റ്റേരിയ കണ്ടു. അവിടെ നിന്നൊരു ഷവർമ അതുപോലെ തന്നെ ഒരു കോളയും വാങ്ങിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. കുഴപ്പമില്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. വിശപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്, ഓക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ചേട്ടൻ ടയറിൻ്റെ കാറ്റ് കുറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇതെന്താ ടയറിൻ്റെ കാറ്റ് കുറയ്ക്കുന്നതെന്നുള്ളത്. പക്ഷേ ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെസേർട്ടിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ടയറിൻ്റെ കാറ്റ് എപ്പോഴും കുറഞ്ഞു നിൽക്കണം, എന്നാലേ കൺട്രോളും കാര്യങ്ങളും കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ കാറ്റ് കുറച്ചിടുന്നത്. അപ്പോൾ അതാണ്ട് അവരുടെ കയ്യിലിങ്ങനെ ഫാൽക്കണൊക്കെ വെച്ച് നിൽപ്പുണ്ടായിരുന്നു. അപ്പം നമുക്ക് വെച്ചൊക്കെ തരും കേട്ടോ, ഫാൽക്കണ കൈക്കൊക്കെ വെക്കണമെങ്കിൽ നമ്മൾ കയ്യിലൊക്കെ വെച്ച് വെക്കുക. അത് നല്ലൊരു രസമാണ് കേട്ടോ, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മുടെ ബ്യൂൺ ഫാഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളിയാണ്, നല്ല രസമുണ്ടായിരുന്നു. കാരണം വണ്ടിയൊക്കെ കുതിച്ച് മറിഞ്ഞാണ് പോവുക എടുക്കുകയൊക്കെ ചെയ്യുക. ആ മണലൊക്കെ നമ്മുടെ വണ്ടിയുടെയൊക്കെ മുകളിൽ വരുമ്പോൾ ആ ഒരു കാഴ്ച ഉണ്ടല്ലോ, എന്ത് രസമാണെന്ന് പറയാം, നല്ല രസമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തന്നെ നമ്മളൊരു സ്ഥലത്താണ് നിൽക്കുന്നത്, സൺസെറ്റ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുറേ അതിൻ്റെ ഫോട്ടോസും അതുപോലെ തന്നെ നമ്മുടെ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ മണ്ണിലും കാര്യങ്ങളൊക്കെ കളിക്കാനൊക്കെ പറ്റി. അപ്പം നമ്മുടെ ക്യാമ്പ് അതാണ് ആക്ച്വലി നമ്മുടെ ക്യാമ്പ്. അപ്പം നമ്മൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും എടുത്തതിന് ശേഷം നമ്മൾ നേരെ ക്യാമ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ അകത്ത് പ്രവേശിച്ചു, സീറ്റും കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്തു. പിന്നെ സൈഡിൽ കുറേ ഷോപ്പും കാര്യങ്ങളുണ്ടായിരുന്നു, അവിടെയൊക്കെ പോയി ഒന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മളവിടെ ഫുഡ് കഴിക്കാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, അതുപോലെ തന്നെ വെജും നോൺ വെജും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ ടൈപ്പും അറബിക് ഫുഡ് കാര്യങ്ങൾ, ഒരുപാട് ടൈപ്പ് ഫുഡും കാര്യങ്ങളും ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറേ ഫുഡൊക്കെ നമ്മൾ എടുത്തു. ഇതാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഷോയും കാര്യങ്ങളൊക്കെ കാണാം. അത് വേറൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ, ഷോയും കാര്യങ്ങളൊക്കെ കാണാം. കുറേ ടൈം എടുക്കും. പിന്നെ റംദാൻ സമയം ആയതുകൊണ്ട് നമുക്ക് ബെലി ഡാൻസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു.
പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി പരിപാടിയും കാര്യങ്ങളായിരുന്നു. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനൊക്കെ പറ്റി. അതിനുശേഷം നമ്മളാണ്ട് ഇറങ്ങി, നമ്മളാണ്ട് ഒരു ജ്യൂസൊക്കെ കുടിച്ച് പതുക്കെ ഇറങ്ങി പുറത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വണ്ടി വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ട നമ്മുടെ വീടെത്താറായിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലോ പള്ളി കാണാൻ, ലൈറ്റൊക്കെ ഇങ്ങനെ ഇട്ടിട്ട്. രാത്രി പള്ളികളും കുറേ സംഭവങ്ങളും കാണാനൊക്കെ എന്ത് രസമാണെന്നറിയാം. അപ്പോൾ അവരെയൊക്കെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലാസ്റ്റ് ഇറങ്ങിയത്. ഏകദേശം 10-10:30 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ട ഷാർജ ഗോൾഡ് സൂക്കിൽ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉള്ള നമ്മുടെ വീടെത്താൻ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഞാനങ്ങനെ വലിയ ലോങ് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്ത ഒരാളാണ് ഞാൻ. അപ്പം ഈ വീഡിയോസിൽ എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് വരാം. ബൈ.